ഇത് ചെയ്തവര് ഈ വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് നല്ലൊരു നമസ്കാരമുണ്ട് കേട്ടോ. വലിയ ഉപകാരമായി ചെയ്തു വെച്ചേക്കുന്നത് അല്ലേ. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ സാധനം ഇങ്ങ് കിട്ടുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നും ചൂണ്ട കെട്ടാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം കെട്ടിയ പാടത്തല്ല, ഇത് മറ്റൊരു പാടത്താണ് വന്നിരിക്കുന്നത്. ആ പാടത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ളൊരു പാടമാണ്. ഇവിടെ മോട്ടോർ ഓടിക്കാൻ തുടങ്ങിയില്ല. മടയൊക്കെ ഇട്ട് മോട്ടറെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് വലിയ താമസമില്ലാതെ ഇന്നോ നാളെ ഓടിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് ഒരാളിന് വേണ്ടി വള്ളിച്ചുണ്ട കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം കുറച്ച് നമ്മൾ കെട്ടി, അപ്പോൾ അവിടെ വെയിലായിരുന്നു, ഓക്കെ, അത് കണ്ടാണ് ഇങ്ങോട്ട് മാറിയത് നമ്മൾ. അപ്പം ഇത് ഈ ഒരു വലിയ പറമ്പാണ്. ഇതിന് ചുറ്റും കാടാണ്, ഇവിടെ ആൾ താമസമൊന്നുമില്ല. അപ്പോൾ ഈ കാട് കൊണ്ട് നമ്മൾ ഇതിന് ചുറ്റുമാണ് ഇന്ന് ആദ്യം വള്ളിച്ചുണ്ട കെട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം സന്ധ്യ ആയില്ല, ഇന്ന് നമ്മൾ ശകലം നേരത്തെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുറ്റി അവിടെ നാട്ടിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങി അങ്ങ് പോവുക. നമ്മുടെ പള്ളത്തിയൊക്കെ ഇവിടെ കെട്ടി നമ്മൾ വെള്ളത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി തീറ്റി പള്ളത്തിൽ കോർക്കാൻ നേരമാകുമ്പോൾ അതെടുത്ത് നമ്മൾ കോർക്കാൻ തുടങ്ങും. ഏതായാലും നമ്മൾ ചൂണ്ട കെട്ടാൻ തുടങ്ങി. ഇനിയും നമ്മൾ ഈ ചൂണ്ട കെട്ടി തീർന്നു കഴിഞ്ഞ് തീറ്റി കോർക്കാൻ നേരത്ത് ഇനിയും ബാക്കി ഭാഗം. ഓക്കെ, അപ്പം നമ്മൾ തീറ്റി കോർത്ത്, നമ്മൾ സാധാരണ ചൂണ്ട കെട്ടിയാൽ ഉടനെ തന്നെ തീറ്റി കോർക്കാൻ തുടങ്ങുമ്പോഴേ വരാൽ വെട്ടുന്നതാണ്. ഇവിടുത്തെ കാര്യം നമുക്കൊന്നും അറിയാൻ മേല. അപ്പോൾ തീറ്റി കോർക്കാൻ തുടങ്ങി വരാൽ മീൻ കെട്ടാൻ തുടങ്ങിയാൽ അപ്പോഴേ മുതൽ നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അതാണ് നമ്മുടെ പ്ലാനും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്കറിയാനൊക്കത്തില്ല, ഇപ്പം മഴ വെയിലുറച്ച് നിൽക്കുകയാണ്, ഉടനെ തന്നെ മഴ വരുന്നൊരു സാഹചര്യമാണ്. എന്തായാലും കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് ബാക്കി ഭാഗങ്ങൾ പിന്നാലെ. ഇനിയിപ്പം നമ്മൾ ഈ ചൂണ്ട കെട്ടട്ടെ. ഓക്കെ, നമ്മളിപ്പം ചൂണ്ട കെട്ടി ഇപ്പം കുറച്ച് ഇരുട്ടി. ഇപ്പം നമ്മൾ മൊത്തം ചൂണ്ടയിലേയും തീറ്റി കോർത്തിട്ട് നമ്മൾ തിരിച്ച് ആദ്യം കോർത്ത സ്ഥലത്ത് വന്ന് നോക്കിയപ്പം ഇവിടെ ഒരു വരാലുണ്ട്. ഇതണ്ട, അത്ര വലിയ വരാലല്ല, ഇതിനെ നമുക്ക് എടുക്കാം. നല്ല ഉടക്കാം, നല്ല ഉടക്കാം. വെള്ളത്തിടാം അല്ലേ. കാറ്റ് കാരണം ഇവിടെ കാറ്റടിക്കുന്നുണ്ട്. ചെറിയ കാറ്റാണേലും വെള്ളമൊന്ന് മാറിപ്പോവും. നല്ല ഉടക്കാണ്. ആ, വേണ്ട, നമ്മൾ ഈ കലത്തിലോട്ടിടുക, കുറച്ച് വെള്ളവും കൂടെ കയറ്റുക. ഇനിയിപ്പം ഇതുപോലെ നമുക്ക് ഒരാൾ കിട്ടുകയാണെങ്കിൽ കാണിക്കാം. ഇതിലെ ബാക്കി കാര്യങ്ങൾ രാവിലെ. നമ്മളെ രാവിലെ ചൂണ്ട എടുക്കാൻ വന്നപ്പം ഇന്ന് ഒരു എന്താ സംഭവിച്ചതെന്നൊന്നും അറിയാൻ മേല. നമ്മൾ ഈ ചൂണ്ട കെട്ടുന്നത് നല്ലപോലെ വലിഞ്ഞു നിൽക്കും. പക്ഷെ ഇന്ന് നമ്മുടെ കയറ് കിടക്കുന്നുണ്ടോ, ഇങ്ങ് അയഞ്ഞ് കിടക്കുകയാണ്. ചൂണ്ട നമ്മുടെ കൂടെ പോരുക, ഇത് കണ്ടിച്ചു വിട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, അയഞ്ഞ് പോരുകയാണ്. ഇത് ഇടയ്ക്ക് ഊരി കളഞ്ഞതാണോ, ഇനി കരയ്ക്ക് വലിച്ചു കയറ്റിയ പിന്നെ ഇത് കണ്ടിച്ചു കളഞ്ഞതാണോ എന്നൊന്നും അറിയാൻ മേല. ഏതായാലും നമുക്ക് നോക്കാം. ഇത്ര ആയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇത്രയും കയറയഞ്ഞു പോകേണ്ട കാര്യമില്ല. കുറ്റിയൂരിയാണെങ്കിൽ ഇത്ര അയത്തില്ല. ഏതായാലും മീനൊന്നുമില്ല, തീറ്റയുണ്ട്. വള്ളത്തിൽ ഇപ്പോഴും ജീവനോടെ കിടക്കുക. ഇത്രയും കയർ അയച്ചെടുക്കണമെങ്കിൽ മൊത്തം കയറ് വലിച്ചിട്ടുണ്ട്.
എന്തായാലും കൊള്ളാം. ഓരോരുത്തർ ചെയ്യുന്ന ഓരോ പരിപാടികളെ മീനൊന്നുമില്ല. ഏ ഇല്ലല്ലേ. എന്താ സംഭവിച്ചെന്ന് അറിയാൻ മേല. നമ്മളേലും നല്ല എവിടെ വലിച്ചു കയറ്റി. ആ ഇവിടാണ്. ഇല്ല, ഇത് മീൻ ഉടക്കിയതാ. ഇവിടെ മീൻ ഇതിങ്ങനെ ഉടക്കിയതാ. കണ്ടോ? ഇല്ല, ഇങ്ങനെ വരത്തില്ല. ഇതൊക്കെ എങ്ങനെയാണ്? എന്ത് പറയാനാ നമ്മള്. ഇതേ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മൾ ചൂണ്ട കെട്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോയി. പിന്നെന്ത് സംഭവിച്ചെന്ന് അറിയാൻ മേല. അതെ, കണ്ടിച്ചു കളഞ്ഞു അല്ലേ? നോക്കട്ടെ. അല്ല, ഇത്ര അയഞ്ഞു വരണോ? വള്ളി കണ്ടിച്ചു കളഞ്ഞ്. വല്ല വ്യത്യാസം ഒന്നുമില്ല. അതെ, വള്ളിയെ മുറിച്ചു കളഞ്ഞു. വേണ്ട. ചെയ്തവര് ഈ വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് നല്ലൊരു നമസ്കാരമുണ്ട് കേട്ടോ. വലിയ ഉപകാരമായി ചെയ്തു വെച്ചേക്കുന്നത് അല്ലേ? നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ സാധനം ഇങ്ങ് കിട്ടുന്നുണ്ട്. അപ്പൊ കണ്ടവർക്ക് ഏതായാലും ഇങ്ങനെയുള്ള പണികൾ ആരോടും കാണിക്കരുത് അല്ലേ? ചെയ്തവർക്ക് നല്ല ഏതായാലും നല്ല മൂർച്ചയുള്ള ഉച്ചത്തി കണ്ടിച്ചു കളഞ്ഞ. അല്ലാതെ ഈ വള്ളി ഏതായാലും പിടിച്ച് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ എത്രയിലും ഉള്ള മീൻ പിടിച്ചാലായിരിക്കും വള്ളി ഇങ്ങനെ പൊട്ടത്തില്ല. അത് ഇത്ര എന്താന്നായിട്ട് നല്ല മൂർച്ചയുള്ള ഉച്ചാത്തി കണ്ടിച്ച. ഇനിയിപ്പോ പോട്ടെ, നമ്മളത് പറഞ്ഞിട്ട് കാര്യം. ആരാ ഇതിങ്ങനെ ചെയ്തത്? അല്ല, ഇത് നമ്മുടെ വീഡിയോ ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത സഹായത്തിന് വലിയ നന്ദിയുണ്ട്. അതുകൊണ്ട് ഇത്ര ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇനി നോക്കട്ടെ. ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോണ്ടെങ്കിൽ പോക്കോളാം. നമ്മളെ ഒരു കുറ്റിയാണ് ഇത്. പൂത്താൽ ബാക്കി ചൂണ്ടയില്ല, ഒരു സാധനമില്ല. ഇതിന്റെ ബാക്കി കൊണ്ടുപോയതാ എന്ന് തോന്നുന്നു. നോക്കട്ടെ, അല്ലേ ബാക്കി ഇവിടെ കാണണ്ട. നോക്കാം നമുക്ക്. എത്ര തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല. അടുത്ത കുറ്റി അവിടെ. ഇങ്ങനെ വരാനുള്ള കാര്യം എന്താണോ? അങ്ങനെ ചെയ്തിട്ടല്ലേ അങ്ങനെ വരുന്നത്. നീല കരട് അല്ലാതെ പൊട്ടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പൊ ഇത്ര വണ്ണമല്ല. ചൂണ്ടയൊന്നും കൊണ്ടുപോയിട്ടില്ല, കണ്ടിച്ചു വിട്ടതാണ്. അറ്റം പിടിക്കട്ടെ. അറ്റം നോക്കട്ടെ. മുറിച്ചു വിട്ടു.
എന്തായാലും നമുക്ക് ചൂണ്ട തിരിച്ച് കിട്ടിയല്ലോ. അല്ലേ അത് ഉണ്ടാക്കേണ്ടി വന്നത്. ഇല്ല, ചൂണ്ട ഇവിടുന്ന് കണ്ടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇത് കണ്ടോ. ഓ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത് ഓ, അത് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി പോകുന്നുണ്ടല്ലോ, ഒത്തിരി കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഓരോരുത്തർ കഷ്ടപ്പെട്ട് എത്ര ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടൊരു സാധനമാണ്. ഇതിന്റെ വിലയല്ല. രണ്ടാമത് ഇത് ഇണക്കി വരുമ്പോൾ ഇത് എല്ലാം കുരുങ്ങി. ഇണക്കി വരുന്നതിന്റെ അല്ല, ഇത് ഇണക്കാനിരിക്കുന്ന സമയവും രണ്ടാമത് അവസാനമുള്ള പണിയും എല്ലാം കുരുങ്ങി കിടക്കുക. പിന്നെ അവിടെ നിന്നിട്ട് മാടാം. കുറ്റി ഇവിടെ ഉണ്ട്. അതെ. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റിലത്തെ വള്ളിയല്ലേ നമുക്ക് ഇതാണ് പണി വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് മീന് ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും നമുക്ക് നോക്കാം. പക്ഷെ ഇനിയിപ്പോ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല മീനിന്റെ കാര്യം. ഇനി ഇവിടുത്തെ വള്ളിയിലെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെ, ഒരു വരാല് കിട്ടി. എനിക്കിങ്ങനെയൊക്കെ കാണുന്ന ചിരിയാണ്. മനുഷ്യൻ ഇന്ന് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇതിന് വലിയ വിലയുള്ള സാധനമാണ്, ഒന്നുമല്ല. പിന്നെ ചില ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു തമാശ പോലെ തമാശക്ക് ചെയ്യുന്നതായിരിക്കും. അവർക്കൊരു രസമാണ്, നേരം പോക്കാൻ തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഈ സാധനത്തിന് ഒരു ദിവസം പോലും വേണ്ട നിനക്കല്ലേ? ഇനിയിപ്പോ അതൊന്നും ഇനി അതിനെ കുറിച്ച് സംസാരമൊന്നും ഇനി ആയിക്കോട്ടെ. നമുക്ക് അത്ര വലിയ ഒരു വരാലായി. അല്ല, കിടക്കട്ടെ. നേരെ നല്ലപോലെ വെളുത്ത് ഇവിടെ ഒരു വരാലുണ്ട്. അത്ര വലിയ വരാലല്ല. ഇത് മെഴുകിപ്പോയെന്ന് തോന്നുന്നു. ചൂണ്ട അങ്ങ് ഉള്ളിലാ. നമ്മളിപ്പോൾ അതിനെ എടുക്കാൻ പോയാൽ ചത്തുപോകും. ഇതാ വീണ്ടും മീനുണ്ട്. ഇത് ചൂണ്ട അങ്ങോട്ടങ്ങ് വലിച്ചോണ്ട് പോയി. ചൂണ്ട അയഞ്ഞു കിടന്നപ്പോൾ. നോക്കാം നമുക്ക്. ഇവിടെ വേണ്ട. വലിയ എല്ലാം ഒരു സൈസ് വരാല. അങ്ങനെ ഒരേ സൈസ് വരാല. ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പം ചൂണ്ട അവിടുത്തെ ലക്ഷണം കണ്ടപ്പം നമ്മുടെ ചൂണ്ടയിലൊന്നും കാണത്തില്ല എന്നാ വിചാരിച്ചത്. എന്തായാലും ഇപ്പം നമുക്ക് 3 വരാലിനെ കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഇവിടെ ഒരു വരാലുണ്ട്. ഇതെന്നോ വരാലാണ്, ചത്തുപോയി. സാധനം തന്നെയാ. ഇവനോടെ കിട്ടുകയാണ് ഇവൻ. ഉണ്ടോ? ഇവിടം വരെ ഉണ്ട്. ഇത് നാടൻ വരാലാണെന്ന് പറയാനുള്ള കാര്യം ഇതിന്റെ വയറിന്റെ അടിയിലത്തെ ഡിസൈൻ കണ്ടോ.
കിടക്കണം. ആ ഒരു വരാല് ഇവിടുത്തെ ചൂണ്ട തീരുക. ഇനിയുണ്ടെന്ന് തോന്നുന്നു. ഇനിയുണ്ട്. ഇനിയുണ്ട്. ഇത് വരാനാണ്. ആളെ വായിലല്ല ഉടക്കിയിരിക്കുന്നത്. വായിലല്ല അതെ ഇവിടെ കയറി ഉടക്കിയിരിക്കുന്നത്. അല്ല ഇനിയിപ്പോൾ അതിനെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അതിനല്ല പാടം ഇത് മടയിട്ട് വലിയ ഓടിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വള്ളിയാൽ ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് അവിടാണ് വള്ളി കിട്ടിയിരിക്കുന്നത്. ഇത് വലിയ പാടമല്ല, ചെറിയൊരു പാടമാണ്. അങ്ങോട്ട് പോകും. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വള്ളിയിലെ കാഴ്ചകൾ. ഒരു ചുമലയാമ്പയാണ് ഒരു കൂട്ടം. ഇത്ര ചുമലയാമ്പയാണ് കാണാൻ നല്ല ഭംഗിയുള്ള. ഉണ്ട്. ഈ ചുമലയുണ്ട്, വെള്ളയുണ്ട്, പല കളറിലുള്ളതുണ്ട്. ഒരു മഞ്ഞ കളറോട് കൂടിയതുണ്ട്. നമുക്ക് പോയി ചൂണ്ട വലിക്കാം. നമ്മൾ അവിടുത്തെ ചൂണ്ട മുഴുവൻ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും രണ്ടാമത് കെട്ടിയിരിക്കുന്ന ആദ്യം നമ്മൾ ഇന്നലെ വൈകിട്ട് ആദ്യം കിട്ടിയ സ്ഥലത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതൊന്ന് വലിച്ചു നോക്കാം. നമ്മൾ ആ പറമ്പിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുകയാണ്. ഇതിലൊരു വരാലുണ്ട്. ഒന്നും അറിയാൻ മേലെ നോക്കട്ടെ. ചത്ത് കിടക്കുക. അത് മിഴുങ്ങിപ്പോയി. ഊര് നമ്മൾ 3 വരാല് ചാവും. എന്തായാലും നോക്കാം. കുത്തിയിരിക്കുന്ന പള്ളത്തിയൊക്കെ ചത്തുപോയി. ചില വെള്ളത്തിക്ക് ജീവനുണ്ട്. ഇവിടെ ഒരു വരാലുണ്ട്, ജീവനുണ്ട്. വെള്ളം കരയ്ക്ക് കയറും. ചൂണ്ട ഊരാൻ ഒരുങ്ങുമ്പോഴാണ് അത് പിടയ്ക്കുന്നത്. ഇവിടെ എന്തേ പള്ളത്തി ജീവനോടെ കിടക്കുക. ഇവിടെ ചൂണ്ട താന്ന് കിടക്കുക. ഇവിടെ അവിടെ ചൂണ്ട അനങ്ങിയത് ഇവിടത്തെ വരാലാണോ എന്താണോ നോക്കാം. വേണ്ട, വലിയ കുഴപ്പമില്ല. ഒരു നല്ല വരാല. ഇത് ഊരണ പാടാണ്. ഇപ്പുറത്തും ഉണ്ട്. മഴയാറാൻ തുടങ്ങി. ഇത് കാർബൺ ചൂണ്ടയാണ്. അതാണ് അത് ചെറുതായത് കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. ഇവിടെ ഇങ്ങോട്ടൊരു വരാറുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയായിരുന്നു. എടുത്തോ. ഉണ്ട്. ചൂണ്ട എടുക്കട്ടെ. കരയ്ക്ക് നമ്മളെ വിളിക്കുന്നുണ്ട്, വരാലുണ്ടോ എന്ന്. നമ്മൾ ഊരി
മഴ വലിയതായിട്ട് പെയ്യത്തില്ല, ഇപ്പൊ മഴ ചാർന്നതേ ഉള്ളൂ. നമ്മള് ചൂണ്ട വലിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ വരാലിന് വേണമെന്ന് പറഞ്ഞു. അല്ല, വലുത്. അതൊരെണ്ണം മതിയോ? ആ, അതൊരെണ്ണം മതിയോ? അല്ല, അത് വേറെ ഉണ്ട്. അപ്പം നമ്മള് വരാല് ചൂണ്ട വലിച്ചിട്ട് നല്ല മഴയായി. ചേച്ചാ ഒന്ന് തൂക്കി കൊടുത്തത് നരേന്ദ്രൻ്റെ ഉണ്ടോ? അപ്പൊ നമ്മള് വരാല് തൂക്കാനും കൊടുത്തു. ചൂണ്ട നമ്മള് ചൂണ്ട വലിച്ചോണ്ടിരുന്നപ്പോഴാണ് വരാലിന്റെ ആവശ്യക്കാർ വന്ന് നമ്മള് വരാല് ചത്ത വരാല് മതിയെന്ന് പറഞ്ഞു. അപ്പൊ അതായിരുന്നു വലുത്, അത് കൊണ്ടുപോയി തൂക്കാൻ പോയിട്ടുണ്ട്. ഇത് ഇയാളിനെ അറിയാവോ? അറിയാവുന്ന ഒരു കമന്റ് ചെയ്തേക്കണേ, അറിയാവുന്നെങ്കിൽ. നമ്മള് വരാൽ കൊടുത്തിട്ട് വന്ന് അടുത്ത വള്ളി തുടങ്ങുകയാണ് വലിക്കാൻ. ഈ വള്ളി ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയില്ല. നോക്കാം, ഇവിടെ വള്ളി താന്ന് കിടപ്പുണ്ട്. വരാല ഇത് ശകലേ ഇവിടെ കിട്ടുള്ളൂ, എന്നാലും അത് പോകത്തില്ല. ഇത് ഇവിടെ ഒരു വരാലുണ്ടെന്ന് തോന്നുന്നു, ചൂണ്ട താന്ന് കിടപ്പുണ്ട്. വരാല ചത്ത് കിടക്കുക. ഒരാൾ ചത്തുപോയി. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്ക് ആദ്യം കിട്ടിയ വരാൽ ഒരാൾ വന്ന് പുള്ളിക്ക് കൊടുത്തു. ഇനി ബാക്കി വരാലാണ് നമുക്ക് ഈ കിടക്കുന്നത്, ജീവനോടെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.